ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് കുറച്ച് സൺഡേ വിശേഷങ്ങൾ കണ്ടാലോ. നമ്മൾ ഹ്യൂഗോനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായോ? കുടുംബസമേതം നമ്മളൊരു യാത്ര പോവുകയാണ്. വേറെ ഒന്നല്ല, അവന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഫുഡ് എടുക്കണതിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഇതിൻ്റെ തലേ ദിവസം സാറ്റർഡേ വന്നിട്ട് വൈകുന്നേരം നന്നായിട്ട് അവൻ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും കൊണ്ട് കാണിച്ചേക്കാമെന്ന്. ഒന്നാമത് അവന് പാർവയുടെ റാബിസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷെ പാർവയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. സോ ഞാൻ അതിൻ്റെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പേടിയായി കേട്ടോ, ഒരുപാട് ശ്രദ്ധിച്ചായിരുന്നേ. അപ്പോൾ അത് കാരണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അതിൻ്റെ ഒന്നല്ല, അവന് ഡൈജഷൻ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ദിവസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അവൻ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും വലിയ ഇതൊന്നും കാണിക്കത്തില്ല, മിണ്ടാതെ ഇരിക്കും. നമുക്ക് പക്ഷെ അറിയാൻ പറ്റും, അവന് ഫീൽ ചെയ്തു എന്നുള്ളത്. അവനൊരു നമ്മളെ പിടിയിലൊരു മാറ്റം വരും, അപ്പോൾ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഈ കൂളായിട്ട് കാണുന്നവർക്ക് തോന്നും അവനൊന്നും അറിഞ്ഞേ ഇല്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് എടുക്കുന്നവർക്ക് മനസ്സിലാവും അവൻ ഇഞ്ചക്ഷൻ വെച്ചത് അവൻ അറിഞ്ഞു എന്നുള്ളത് കേട്ടോ. അവൻ്റെ എന്താ പറയുക, ഹൃദയമിടിപ്പിലൊക്കെ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അവൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഹാർട്ട് ഇടിക്കും കേട്ടോ. കാരണം അവൻ ചെറുപ്പം മുതലേ അവിടെ പോയാൽ അവൻ കുത്തു വാങ്ങിയിട്ട് വരുന്നത് കൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. അവന് സ്ഥലം കാണുന്നതേ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല അവന്. പക്ഷെ വേറെ വഴിയില്ല, കൊണ്ടുപോയിട്ട് നമ്മൾ കുത്തിച്ചു. കണ്ടോ, നല്ല കുട്ടിയായിട്ട് അവൻ കാണിച്ചു കൊടുത്തു കേട്ടോ. വേറെ നായ്ക്കളെ പോലെ അങ്ങനെ വയലൻസ് കാര്യങ്ങളൊന്നും അവനില്ല. ഉണ്ട്, കുരുത്തക്കേടൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കുട്ടിയാണ്. നല്ല കുട്ടി പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും, നായയാണെങ്കിലും കുട്ടികളാണെങ്കിലും മനുഷ്യക്കുട്ടികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും. കാരണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാൽ അവർക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ദേഷ്യമായിരിക്കും. അത് കാരണം അവരൊക്കെ ഞാൻ അടുത്തുണ്ടെങ്കിൽ നല്ല കുട്ടികളായിരിക്കും. അപ്പം എനിക്കും അതാണ് വേണ്ടത്, എൻ്റെ അടുത്ത് അവർ നല്ല കുട്ടികളായിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ രാവിലെ പോയിട്ട്, കാരണം സൺഡേ 12 മണി വരെ അല്ലേ ഉള്ളൂ. നമ്മുടെ ഇവിടെ മുണ്ടൂർ തന്നെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത്, വെറ്റിനറി ഹോസ്പിറ്റലിൽ. സോ നമ്മൾ അവനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവനെ മിടുക്കനാക്കിയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ. സൺഡേ നമുക്ക് വേറെ വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം വെക്കേഷനായ സമയത്ത്, വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ആദ്യം പറയുന്നതാണ്, ആദ്യം ആകപ്പാടെ 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് അവന് സ്വിമ്മിംഗ് പൂളിൽ പോകണം. സെക്കൻഡ് വൺ വന്നിട്ട് അവന് ലുലു മോളിൽ പോയിട്ട് ഗെയിംസ് എല്ലാം കളിക്കണം എന്നുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ പോകണം എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും അവിടെ നമ്മൾ മീൻ വെള്ളത്തൊക്കെ കൊണ്ടുപോയാൽ തന്നെ മഴയില്ലാത്തതുകൊണ്ട് പുഴയിലൊന്നും കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി ഇപ്പോൾ കുളത്തിലൊക്കെ പോയിട്ട് ആദ്യം നീന്തലൊക്കെ പഠിക്കാം, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി കളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ കൺവിൻസ് ആയിട്ടോ. അപ്പോൾ അവനെയും പിന്നെ ഏട്ടൻ്റെ കുട്ടിനെയും കൊണ്ട് നമ്മളിങ്ങോട്ട് വന്നു കേട്ടോ. അവൾ കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും എന്നുള്ളതുകൊണ്ട്, അങ്ങനെ അവൾ അനുസരിക്കൊന്നുമില്ല, ഞാനുള്ളത് കൊണ്ട് അവൾ അനുസരിക്കും. കയറാൻ പാടില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്നും ആർക്കും അവളെ ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടെ കുളത്തേക്ക് വന്നു. ആസ് യൂഷ്വൽ ഞാൻ കുളത്തിലെത്തിക്കഴിഞ്ഞാൽ കുളത്തിൽ കാലിട്ടിരിക്കൽ അങ്ങനത്തെ മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് നീന്താൻ അറിയാതെ, നീന്താൻ പഠിക്കാതെ ഞാൻ വെള്ളത്തിലിറങ്ങുന്ന പ്രശ്നമില്ല ഗൈസ്. ഒരിക്കലും ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല. നീന്തൽ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളതായിരിക്കും, പക്ഷെ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ ഇറങ്ങൂല. നീന്താൻ പഠിക്കാതെ ഞാൻ വെള്ളത്തിലിറങ്ങുന്ന പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കാലിലിങ്ങനെ ഫിഷ് പായും കൊണ്ട് ഇരിക്കുകയായിരുന്നു. അവിടെ നിറയെ മീനുണ്ട്, ഇങ്ങനെ കാലിൽ വന്ന് കൊത്തിക്കൊണ്ടിരിക്കും, നല്ല രസമാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിറയെ തിരക്ക് വന്നു കേട്ടോ. ആൾക്കാരൊക്കെ കുളിക്കാനും തിരുമ്പാനൊക്കെ. എല്ലാവരും ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ചിലവർ ഓട്ടോയിലൊക്കെ തുണിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു തിരുമ്പാനൊക്കെ ആയിട്ട്. ഇപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഗസ്റ്റൊക്കെ വന്നിട്ട് പോയതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാമ്പ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് കയറിക്കോളാം. അങ്ങനെ അവർ 2-3 മീനിനെയൊക്കെ പിടിച്ചായിരുന്നു. ഇതിൽ മീനൊന്നും ഇല്ലെങ്കിലും അവർ 2-3 മീനൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അതും കൊണ്ട് നമ്മൾ പാമ്പിൻ്റെ കടിയേൽക്കാതെ അങ്ങ് വീട്ടിലോട്ട് വന്ന് രക്ഷപ്പെട്ടു. അത്രയേ ഉള്ളൂ ഇന്നത്തെ